ഹായ് ഗൈസ് വെച്ച് ചെയ്യണത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വരും. മുന്നേ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ആഴ്ച ഞാൻ ഈ ലാസ്റ്റ് വീക്ക് എന്തൊക്കെ കണ്ടു എന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ പോയിട്ട് പടം കാണാമല്ലോ, അല്ലെങ്കിൽ സീരീസ് കാണാമല്ലോ. മൂവീസും സീരീസൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും എൻ്റെ ചാനൽ സബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കയറാം. ഫസ്റ്റ് നമുക്ക് മൂവീസിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആകെ ഞാൻ 2 മൂവീസേ കണ്ടിട്ടുള്ളൂ. ഒന്ന് ബാൻഡ്രയും ജിഗർദാണ്ടിയും. ബാൻഡ്ര ഒന്നിനും കൊള്ളൂല, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പൈസ നല്ല വൃത്തിക്ക് പോയി. കാരണം കണ്ടു മടുത്ത കുറേ സീക്വൻസും പിന്നെ ഒരു സുഖമില്ലാതെ ഒരു അപ്ഡേറ്റഡ് അല്ല തീരെ. അത് നിങ്ങൾ കോക്കിൻ്റെ റിവ്യൂ കണ്ടാൽ തന്നെ കുറേ പേര് തിരിച്ചു ചാവും. അങ്ങനത്തെ ഒരു ടൈപ്പ് തന്നെയാണ് ആ മൂവിയിലുള്ളത്. പിന്നെ ജിഗർദാണ്ട XX എൻ്റെ മോനെ ഏതാ പടം, ഭയങ്കര അടിപൊളി പടം. എനിക്കിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വിസിൽ വിളിക്കൽ രോമാഞ്ചു. സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു സ്ലോ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. പക്ഷേ അത് വിചാരിച്ച് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേറെ ലെവൽ സാധനം ഭയങ്കര കിട്ടില്ല. എന്ത് രസാറെ കണ്ടിരിക്കുക, ഭയങ്കര അടിപൊളി. മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സാധനമാണ് ജിഗർദാണ്ട എന്ന് പറയുന്നത്. സംഭവം തമിഴാണ്. അതിൻ്റെ ഒരു പ്രശ്നം എനിക്കും ഫേസ് ചെയ്തിരുന്നു. ചിലത് സബ് ടൈറ്റിൽസ് ഇല്ലാത്തതുകൊണ്ട് എഴുതി കാണിക്കണമൊന്നും മനസ്സിലാവില്ലായിരുന്നു. അത് കോമഡി ആയിരുന്നു. പക്ഷേ സാധനം അടിപൊളി. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഡയറക്ഷനും അഭിനയവും എല്ലാം വേറെ ലെവലായിരുന്നു. ഞാൻ വിചാരിച്ചില്ലായിരുന്നു ലോറൻസിന് അത്ര അഭിനയിക്കാൻ പറ്റുന്നൊക്കെ. പിന്നെ നമുക്ക് സീരീസിലേക്ക് കിടക്കാം. സീരീസിലേക്ക് കിടക്കുകയാണെങ്കിൽ മാർവൽ സീരീസ് ആയിട്ടുള്ള ലോക്കീൻ്റെ സീസൺ 2 ഈ അടുത്ത് എൻഡായി. ഇങ്ങനെ മാർവൽ സത്യം പറഞ്ഞാൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ തകർച്ചയേറ്റ ഒരു കിടിലൻ സാധനമായിരുന്നു മാർവൽ പറഞ്ഞത്. ഇങ്ങനെ ചത്ത് പണ്ടാരടങ്ങുന്ന ടൈമിൽ ഈ ലോക്കി ഇങ്ങനെ പൊക്കിയെടുക്കൂലേ, ആ ഒരു എഫക്റ്റാണ് ഉണ്ടായത്. ഭയങ്കര കിട്ടില്ലേ. അതായത് നമുക്ക് തന്നെ ഡൗട്ട് അടിച്ചു ഇത് മാർവലിൻ്റെ ഇടയിലുള്ള ഒരു സീരീസ് തന്നെയാണോ എന്നുള്ളത്. കാരണം സീരീസ് ആണെങ്കിലും മൂവീസ് ആണെങ്കിലും ലാസ്റ്റ് ഇറങ്ങിയത് അത്ര ഒരു സുഖമല്ല. എന്നാലും ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി കുഴപ്പമില്ല. എന്നിരുന്നാലും അങ്ങോട്ട് ഒരു സെറ്റാവാത്ത രീതിയിലായിരുന്നു മാർവൽ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര അടിപൊളി. പിന്നെ ഞാൻ കണ്ട സീരീസ് പറഞ്ഞാൽ ബ്ലൂ ഐ സാമുറായി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. വേറെ ലെവൽ സീരീസാണ് ഗൈസ്, ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഇത് 18+ ആണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സെക്ഷൽ കോണ്ടൻറ്റ് ഉണ്ട്, ന്യൂഡിറ്റി ഉണ്ട്, പിന്നെ വയലൻസ് കൂടുതലാണ് ഭയങ്കര അത്യാവശ്യം. പക്ഷേ ഇത് ആനിമേറ്റഡ് ആണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര കിട്ടില്ല. ഇതൊറ്റ സീസണേ ഇറങ്ങിയിട്ടുള്ളൂ. മുഴുവൻ കഥ അതിൽ പറയുന്നില്ല. ജസ്റ്റ് ഒരു സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ അങ്ങോട്ട് അടുത്ത സീസൺ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഉണ്ടല്ലോ ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് എനിക്ക് റേറ്റിംഗ് തന്നെ ഭയങ്കര ഹൈ ആയിട്ട് കൊടുക്കാൻ തോന്നിയ ഒരു കിടിലൻ സീരീസ് ആയിരുന്നു ഇത്. ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് അറ്റാക്ക് ഓൺ ടൈറ്റൻസ്. 10 കൊല്ലത്തിന് ശേഷം അങ്ങനെ അത് എൻഡ് ആവുകയാണ്. എൻ്റെ അമ്മ, ഈ ആനിമേ തന്നെ ഭയങ്കര കിടിലൻ സ്റ്റോറിയുള്ള ഒരു OP സാധനമാണ് ഇത്. ആനിമയാണ്, ജാപ്പനീസ് ആനിമയാണെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. ഭയങ്കര ലെവൽ സാധനമാണെങ്കിൽ ഇതിൻ്റെ ആനിമേഷൻ ആണെങ്കിലും ഇതിൻ്റെ ഫൈറ്റ്സിൻ്റെ സീനൊക്കെ ഭയങ്കര, അത് മാപ്പ് എടുത്തുകൊണ്ട് തന്നെ ഭയങ്കര കിടിലാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സാധനം മുന്നോട്ട് പോകുന്നത്. അതിനുകൊണ്ട് തന്നെ ഭയങ്കര കിടിലൻ ഫീലായിട്ട് തോന്നും. പറ്റെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. ഏകദേശം 4 സീസണല്ലേ, എത്ര എപ്പിസോഡ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും 4 സീസണാണുള്ളത്. ലാസ്റ്റത്തേക്കൊക്കെ കുറേ പേർക്ക് എൻഡിങ് ഒന്നും ഇഷ്ടമായില്ലേനു ഇതിൻ്റെ മാങ്ക. പക്ഷേ എനിക്ക് പേഴ്സണലി ആനിമേ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര കിടിലായിരുന്നു. പിന്നെ ജുജുത്സു കൈസൻ, അത് എൻ്റെ ആയില്ല. അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടു. അതിലൊരു ക്യാരക്ടറുണ്ട് സാക്കുണ്ട എന്ന് പറഞ്ഞിട്ട്, അടിപൊളി ചങ്ങായി, വേറെ ലെവൽ ചങ്ങായി. ഇത് സത്യം പറഞ്ഞാൽ ആനിമയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കണ്ടാലും മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്കിങ്ങനെ ബാഡ് ആ സീൻസ് ലൈക്കാണ്. ഭയങ്കര ഒരു കിടിലൻ ഒരു ക്യാരക്ടറിനെയൊക്കെ നമുക്കിങ്ങനെ തലേ പിടിക്കണം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എന്തായാലും ഇത് കണ്ടോക്ക്. സാക്കുണ്ട എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആളുടെ എൻട്രി, ആളുടെ ഫൈറ്റ് സീന് വേറെ ലെവലാണ്. ഇങ്ങനെ ഭരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു എൻറ്റയർ ആനിമ ഇങ്ങനെ ഭരിക്കൂലേ, ആ ഒരു എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടും. പിന്നെ വൺ പീസ് ഞാൻ പൊതുവേ എപ്പോഴും കാണുന്നതാണ്. ലാസ്റ്റ് സൺഡേ ആണ് ഇറങ്ങുക, അതായത് നാളെ ഇറങ്ങും അടുത്ത എപ്പിസോഡ്. സത്യം പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം ഇടുന്നത്. അപ്പോൾ ഞാൻ അടുത്തത് കാണണം. ഇത് ലാസ്റ്റ് ഷാങ്സിൻ്റെ ഒരു സീനാണ്. അത് വൺ പീസ് കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എന്തായാലും മാക്സിമം ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ലൈക്കല്ലേ പറ്റുള്ളൂ. സബ് ചെയ്യുക. കിട്ടില്ല സപ്പോർട്ട് നിങ്ങളടുത്ത് നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക മാക്സിമം. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.